അപസർപ്പക കഥയിലെ ദുർമന്ത്രവാദിയെ പോലെ ഒരാൾ. യൗവനം നിലനിർത്താൻ പിഞ്ചു ബാലികമാരുടെ ഉറയ്ക്കാത്ത ഉടലിൽ കാമദാഹം തീർക്കുന്ന ഒരാൾ. മന്ത്രതന്ത്രങ്ങളുടെ പൊരുളറിയാത്ത, സന്യാസദീക്ഷയുടെ മഹത്വമേൽക്കാത്ത ഒരു സ്വാമി വര്യൻ. കന്യാപൂജ നടത്താൻ സ്വാമിക്ക് മുന്നിൽ നഗ്നയായി നിന്നുകൊടുത്ത മാലിനിമാർ ഒരുപാടുണ്ട് മലയാളത്തിൽ. ഉന്നതങ്ങളിൽ ആശ്രിതരുള്ള അധോലോക ബന്ധങ്ങളുള്ള കാവിയെ വിറ്റ് തിന്നുന്ന ഒരു പൂച്ച സന്യാസി. സന്തോഷ് മാധവൻ എന്ന കട്ടപ്പനക്കാരൻ യുവാവിൽ നിന്ന് സ്വാമി അമൃത ചൈതന്യയിലേക്കുള്ള ദൂരം ഞെട്ടിപ്പിക്കുന്ന കഥകൾ നിറഞ്ഞതാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന 20 ഏക്കറിൽ പാറായിച്ചിറ മാധവന്റെയും തങ്കമ്മയുടെയും 4ാമത്തെ മകനാണ് സന്തോഷ്. ചെറുപ്പകാലം തൊട്ടേ ആളുകളെ വലയിലാക്കാൻ സന്തോഷിന് വല്ലാത്തൊരു മിടുക്കുണ്ടായിരുന്നു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ പെൺകുട്ടികൾക്കിടയിൽ ഹസ്തരേഖാശാസ്ത്രവുമായി വിലസി നടന്ന സന്തോഷ് എന്ന സുന്ദരനായ പ്രീ ഡിഗ്രിക്കാരനെ സഹപാഠികളിൽ പലരും ഓർക്കുന്നു. ഞങ്ങളുടെ സാധാരണ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. 4 ആൺകുട്ടികൾ. അപ്പോൾ അച്ഛൻ സാധാരണ നാട്ടിലുള്ള ജോലികളും കാര്യങ്ങളുമായിട്ടുള്ള അങ്ങനെ ഒരു കുടുംബത്തിലാണ്. അപ്പോൾ പള്ളി സ്കൂളിൽ, ഞങ്ങളുടെ അടുത്തുള്ള പള്ളി സ്കൂളിൽ UP സ്കൂൾ വരെയും പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂളിൽ കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 10ാം ക്ലാസ് 2nd ക്ലാസ്സോടുകൂടി പാസ്സായി. അതിനുശേഷം അവിടെ കട്ടപ്പന ഗവൺമെന്റ് കോളേജുണ്ട്. ഗവൺമെന്റ് കോളേജിൽ പ്രീ ഡിഗ്രി 2nd ക്ലാസ്സോടുകൂടി പാസ്സായി. അന്ന് തീരെ ദരിദ്രമായ ചുറ്റുപാടുകളിലായിരുന്നു സന്തോഷിന്റെ ജീവിതം. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഇടയ്ക്ക് പഠിത്തം നിർത്തി പെട്ടിക്കട തുടങ്ങിയ സന്തോഷിനെ പിന്നീട് നാട്ടിൽ കാണാതായി. ഒരിടവേളയ്ക്ക് ശേഷം പിന്നീടൊരു വരവായിരുന്നു. പാറായിച്ചിറയിൽ മാധവന്റെ മകന്റെ പെട്ടെന്നുള്ള വളർച്ച കണ്ട് നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ചു. വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ ഒരു അധോലോകക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പെട്ടിക്കട പൂട്ടിപ്പോയ കാലത്ത് താൻ ജ്യോതിശാസ്ത്രവും താന്ത്രിക വിദ്യയും പഠിക്കാൻ പോയതാണെന്നാണ് സന്തോഷിന്റെ വാദം. ഞാൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വന്നു. അപ്പോൾ അദ്വൈതാശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പൂജാവിധികളുമായിട്ട് ബന്ധം വരികയും അപ്പോൾ അതിലെനിക്ക് താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തി പൂജകൾ പഠിക്കാനായിട്ട് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലുള്ള ഒരു ക്ഷേത്രത്തിൽ കുറച്ചു കാലം, 1 വർഷത്തിൽ താഴെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ പറയുന്ന ഈ പത്രത്തിലൊക്കെ കണ്ട ഒരു വാർത്ത, ഈ ശാന്തിപ്പണി 10ാം ക്ലാസ് തോറ്റിട്ട് ശാന്തിപ്പണിക്ക് പോയി. അപ്പം നമ്മൾ സാധാരണ പറയുന്ന പോലെ വളരെ മോശമായിട്ടുള്ള ഏതോ അവൻ കൂലിപ്പണിക്ക് പോയി, അതല്ലെങ്കിൽ ഒരു കടയിൽ നിന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു അന്തരീക്ഷം അവിടെ വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ശാന്തിക്കാരൻ, പുരോഹിതൻ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ചൈതന്യം കൊടുക്കേണ്ടവനാണ്. പൂജാവിധികൾ പഠിച്ച താൻ എറണാകുളത്തും പരിസരത്തുമുള്ള ചില ക്ഷേത്രങ്ങളിൽ പൂജാരിയായിരുന്നതായും സന്തോഷ് അവകാശപ്പെടുന്നു. അതിനുശേഷം എറണാകുളത്തുള്ള ചമ്പക്കരയിലെ തുരുത്തി ഭഗവതി ക്ഷേത്രത്തിൽ, അവിടെയാണ് നമുക്ക് നമ്മളുടെ ചീഫ് പ്രീസ്റ്റ് എന്ന് പറയുന്ന മുഖ്യ ശാന്തിയായിട്ട് 4 വർഷം ജോലി ചെയ്തിരുന്നു. അവിടെ നിന്ന് എറണാകുളത്ത് കടവന്ത്രയിലുള്ള മട്ടലിൽ ഭഗവതി ക്ഷേത്രത്തിൽ 4 വർഷം. ഈ സമയത്ത് ഗോപാലകൃഷ്ണ അയ്യർ എന്ന് പറയുന്ന ഒരു ഗുരുവിന്റെ കീഴിൽ ഞാൻ ജ്യോതിഷവും കൂടി അഭ്യസിച്ചു. ശാന്തിക്കാരൻ സന്തോഷ് പിന്നീടൊരു വളർച്ചയായിരുന്നു. കോടികളുടെ ആസ്തിയുള്ള ശാന്തിതീരം ആശ്രമത്തിന്റെ സർവാധിപതി സ്ഥാനത്തേക്കുള്ള വളർച്ച. മുന്നിൽ നിരന്നിരിക്കാൻ ശിഷ്യഗണങ്ങൾ, പ്രവചനങ്ങൾക്ക് കാതോർക്കാൻ ഉന്നത ശീർഷർ, മന്ത്രതന്ത്രങ്ങൾ, പൂജാവിധികൾ. ആശ്രിതർക്കും അനുയായികൾക്കും നടുവിൽ ദൈവിക പരിവേഷമണിഞ്ഞ് അയാൾ അനുഗ്രഹവർഷം ചൊല്ലി. പക്ഷേ ഒക്കെയും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണത് പെട്ടെന്നായിരുന്നു. ആ തകർച്ചയിൽ പുറത്തുവന്ന കഥകൾ കേട്ട് സാംസ്കാരിക കേരളം വിറങ്ങലിച്ചു നിന്നു. അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസിയായ ഇന്റർപോൾ അന്വേഷിക്കുന്ന കുറ്റവാളി സന്തോഷ് മാധവ് കൊച്ചിയിലെ അമൃത ചൈതന്യയാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സന്തോഷ് മാധവന്റെ കഷ്ടകാലം തുടങ്ങുന്നത്. എന്നാൽ ഇന്റർപോൾ തിരയുന്ന സന്തോഷ് മാധവ് താനല്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അമൃത ചൈതന്യ രംഗത്തെത്തി. സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് 93 ഉണ്ടായ ബോംബെ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് മാധവൻ എന്നൊരാൾ അതിൽ പ്രതിയാണ്. അത് ഇന്റർനെറ്റിൽ പോയാൽ നമുക്കത് CBI വാണ്ടഡ് ലിസ്റ്റിൽ നമുക്ക് ആ വ്യക്തിയുടെ ഫോട്ടോയും കാര്യങ്ങളും കാണാൻ പറ്റും. അയാളുടെ പേര് സന്തോഷ് മാധവൻ എന്നാണ്. പക്ഷെ അയാളുടെ വയസ്സ് ഇന്റർനെറ്റിൽ കൊടുത്തിരിക്കുന്നത് 1960 അയാളുടെ ജനനവർഷം ആയിട്ട് പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഏകദേശം 48 വയസ്സുണ്ട് അയാൾക്ക്. താങ്കൾക്ക് എത്ര വയസ്സുണ്ട്?
എനിക്കിപ്പോൾ 35 വയസ്സ്. ഇതോടെ സന്തോഷ് മാധവനെ കുറിച്ച് ആശയക്കുഴപ്പം രൂക്ഷമായി. ആരാണ് സന്തോഷ് മാധവ്? യഥാർത്ഥത്തിൽ ഇന്റർപോൾ തിരയുന്ന സന്തോഷ് മാധവ് തന്നെയായിരുന്നു അമൃത ചൈതന്യ. മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CBI തിരയുന്ന ഒരു സന്തോഷ് മാധവന്റെ മറവിൽ രക്ഷപ്പെടാനായിരുന്നു അമൃത ചൈതന്യയുടെ ശ്രമം. എന്നാൽ സന്തോഷ് മാധവനെ കുറിച്ച് ഇന്റർപോളിൽ പരാതി നൽകിയ സെറാഫിൻ രംഗത്തെത്തിയതോടെയാണ് സംഭവം കൂടുതൽ വ്യക്തമായത്. ദുബായിൽ ഹോട്ടൽ ബിസിനസ് തുടങ്ങാനെന്ന പേരിലായിരുന്നു സെറാഫിന്റെ കയ്യിൽ നിന്നും സന്തോഷ് മാധവ് പണം കൈക്കലാക്കിയത്. 400,000 dirhams പറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾ ഇവിടുന്ന് മുങ്ങിയത്? പൈസ കൊടുത്തിട്ട് 350,000 കൊടുത്തിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് മുങ്ങി. 3 ദിവസം. അതിനിടയ്ക്ക് ഞാൻ കാശ് കൊടുത്തപ്പോഴത്തേക്കും ഓരോ 2-3 മണിക്കൂർ തൊട്ട് ഞാൻ ഇവരെ വിളിക്കും. സന്തോഷം എന്തായി, എഴുത്തൂത്ത് എന്തായി, അങ്ങനെ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ആന്റി ഞാൻ ബിസിയാണ്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കളയും. അതേസമയം സന്തോഷ് മാധവിനെ അറസ്റ്റ് ചെയ്യാൻ തക്ക കാരണങ്ങളൊന്നുമില്ലെന്ന് കൈമലർത്തിയ പോലീസ് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ശാന്തി തീരത്ത് റെയ്ഡ് നടത്തി. സ്വാമിയുടെ 5 സ്റ്റാർ സൗകര്യമുള്ള ആശ്രമവും AC സ്യൂട്ട് റൂമുകളും കണ്ട് അന്ന് കേരളം ഞെട്ടി. റെയ്ഡ് വാർത്ത അറിഞ്ഞ ഉടനെ സന്തോഷ് മാധവും അയാളുടെ സഹായിയായിരുന്ന സൈഫുദ്ദീനും മുങ്ങി. ഒളിവിലായിരിക്കെ രഹസ്യമായി മാധ്യമങ്ങളെ സമീപിച്ച ഇവർ തങ്ങൾ നിരപരാധികളാണെന്ന് വരുത്താനും ശ്രമിച്ചു. ഇന്റർനാഷണൽ പോലീസിന്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ പോലീസ് ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഫോർമാലിറ്റി നിലവിലുണ്ട്. ഞാൻ 6 കൊല്ലം കൊണ്ട് കിളിമാനൂർ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എന്റെ മൊബൈൽ നമ്പർ 6 വർഷം കൊണ്ട് ഒരു നമ്പറാണ്. ഈ പറഞ്ഞ സന്തോഷ് സ്വാമി എന്ന് പറയുന്ന കക്ഷിയുടെ മൊബൈൽ നമ്പർ ഒരു നമ്പറാണ്, മാറ്റിയിട്ടില്ല. കൂടെ കള്ളന്മാരാണ് മൊബൈൽ മാറി പോണത്. എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന നമ്പറാണ് അങ്ങനെയായിരിക്കും ഈ പറഞ്ഞത്. എന്നെ തിരക്കോ അയാളെ തിരക്കോ ആരും ചെല്ലാത്തത്. അമൃത ചൈതന്യയുടെ കടവന്ത്രയിലെ ഫ്ളാറ്റ് റെയ്ഡ് ചെയ്തതോടെ ഒരു കപട സന്യാസിയുടെ വികൃത മുഖം പകൽ പോലെ വ്യക്തമായി. മദ്യക്കുപ്പികളും അശ്ലീല സീഡികളും നിറഞ്ഞ മുറികളിൽ ഒന്നിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോമും ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും ഒരു കടുവാത്തോൽ കണ്ടെത്തിയതോടെ വന്യജീവി നിയമപ്രകാരം സന്തോഷ് മാധവ് കുറ്റക്കാരനായി. കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂറിലെ പരിശോധന കഴിഞ്ഞിട്ട് പിന്നെ ഫർദർ ആക്ഷൻ എന്ന് പറയാം. കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കക്ഷിത്തിൽ മദ്യപിക്കുന്ന ആളൊക്കെയാണ് അപൂർവമായിട്ട്. സന്യാസവുമായി ബന്ധപ്പെട്ടാണോ എന്ന് വെച്ചാൽ ഞാൻ മുസ്ലിമാണ്. ഹിന്ദു സമുദായത്തിൽ എനിക്ക് അറിയത്തില്ല കൂടുതൽ. പക്ഷെ സംഭവം അദ്ദേഹം വല്ലപ്പോഴൊക്കെ മദ്യപിക്കുന്ന ആളാണ്, മദ്യപിക്കാറുണ്ട് എന്നാണ് എന്റെ അപൂർവമായിട്ട് മദ്യപിക്കാറുള്ള ഒരാളാണ്. സന്തോഷ് മാധവിനെതിരെ സാമ്പത്തിക കുറ്റം ആരോപിച്ച് സെറാഫിൻ പരാതി നൽകി. റെയ്ഡിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സന്തോഷ് മാധവനെ പോലീസ് തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. എന്നാൽ ദിവസങ്ങൾക്കകം സന്തോഷ് മാധവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞു. വൈപ്പിയിൽ നിന്ന് ഒരു കാറിൽ, ലാൻസർ കാറിൽ ഡ്രൈവറായിട്ട് സഞ്ചരിച്ച് വരുമ്പോൾ ഡ്രൈവറിനെയും അദ്ദേഹത്തിന് CI സെൻട്രലിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സ്ക്വാഡിന് ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങൾ അവിടെ പോയി വൈപ്പിൻ്റെ അടുത്ത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് 2 പേരെ പിടിക്കുന്നുണ്ടായി. 2 തോമസ് എന്ന് പറഞ്ഞ ഡ്രൈവറിനെയും സന്തോഷ് മാധവൻ ലാൻസർ കാറിൽ 2 പേരെയും പിടിച്ചു. ആ കാറും ബന്ദോബസ്തിലെടുത്തിട്ടുണ്ട്. ഇതാ കടവന്ത്ര പോലീസ് സ്റ്റേഷന്റെ ഒരു കേസ്. നേരത്തെ വീട് റെയ്ഡ് ചെയ്ത് അവിടെ നിന്ന് കഞ്ചാവ് കിട്ടിയത്. മറ്റേ കേസ് ഞങ്ങൾ ഫോറസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.